ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് കൊണ്ടാട്ടമാണ്. എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത 1/2 കിലോ ബീഫ്, ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരൽപ്പം വിനീഗറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി കുക്കറൊന്ന് മൂടി വേവിച്ചെടുക്കാം. 80% ബീഫ് വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ബീഫ് വേവുന്നതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബീഫ് ഇവിടെ 80% വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു എഗ്ഗും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോറും മൈദയും മിക്സ് ചെയ്ത പൊടിയാണ്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ബീഫിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ബീഫിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് ബീഫിലേക്ക് പിടിക്കട്ടെ. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം ബീഫിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്താലാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫിൻ്റെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ബീഫെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മൾ സെയിം ഓയിലിൽ തന്നെയാണ് ബീഫ് കൊണ്ടാട്ടം തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 4 വറ്റൽമുളക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തതും
ഒരു സവാള ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിന് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ് ബീഫ് വേവിച്ചത്. എന്നാലും ഇൻഗ്രീഡിയൻസ് ചേർത്തപ്പോഴേക്കും ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അസാധ്യ ടേസ്റ്റിലുള്ള ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നിങ്ങളിത് തയ്യാറാക്കും, അത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.